വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാവേ. ചീരയും വൻപയറും കൂടി ഇട്ടുള്ള തോരനാണ്. നമ്മൾ ചീര ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വൻപയർ ഞാൻ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് അരയ്ക്കാനുള്ള തേങ്ങ. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഒരു 8-10 കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനരയ്ക്കുന്ന ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാന്താരിക്ക് പകരം പച്ചമുളക് എടുത്താൽ മതി കേട്ടോ, കാന്താരി ഇല്ലാത്തവർ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. നമ്മളൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ ചതച്ച് വെച്ച തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. തേങ്ങയുടെയൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണേ. മഞ്ഞൾപ്പൊടിക്കൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഈ മിക്സിയുടെ ജാറ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അരപ്പങ്ങ് അതിനകത്ത് കിടന്നൊന്ന് വെന്ത് കിട്ടുവേ. നമ്മൾ പയറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണേ. അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് ചീര ഇട്ട് വേവിക്കണം. അതൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് പയറിട്ട് കൊടുത്താൽ മതി. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, പയറെന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനാണ്. പിന്നെ നമ്മുടെ ചീര എന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ റിച്ച് ആണ്. എല്ലാ വൈറ്റമിൻസും ഉണ്ട് അതിനകത്ത്. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് ചീര കറിയൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ചീര കൂടുതൽ കാണുന്നതേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് ആവി കയറുമ്പോഴത്തേന് അതങ്ങ് ചെറുതാവുകയെ. നമുക്ക് ആവശ്യത്തിന് ചീര ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ഇടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. അപ്പോഴത്തേന് ഈ ഇല അങ്ങ് വെന്ത് കിട്ടും. ഇത് അങ്ങ് ആവി കൊള്ളുമ്പോഴത്തേന് ഇതങ്ങ് കുറച്ചങ്ങ് ചെറുതാവും. നമ്മൾ ഈ ഗ്രീനി വെജിറ്റബിൾസ് ഒക്കെ എല്ലാ ദിവസവും കഴിക്കാൻ നോക്കണേ. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാവേ. അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കുമ്പോഴത്തേന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് പയറ് ചേർക്കാം. നമ്മുടെ ചീര ഇവിടെ വെച്ചിട്ട് 4 മിനിറ്റായി. ചീരയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ ചീരയൊക്കെ വേവാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പൊക്കെ ഈ പയറിനകത്തും കൂടെ വരണമല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന്, സ്വല്പം വെള്ളം കൂടെ ഉണ്ടല്ലോ, തോരന് കുറച്ച് നന്നായിട്ട് വെള്ളം വറ്റി വരണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ പയറിനകത്തും കൂടെ ആ ഒരു അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. നമ്മൾ ഈ പയറും ഈ ചീരയും കൂടി ഇവിടെ അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റായി. നമുക്കത് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഈ പയറ് വേവിക്കുമ്പോഴുണ്ടല്ലോ അധികം കുഴഞ്ഞു പോകാതെ നോക്കിക്കോണേ. അതിൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കണേ. കുഴഞ്ഞു പോയാൽ തോരനൊരു ഭംഗി കാണത്തില്ല. തലേ ദിവസം കുതിർത്തിട്ട് സാധാരണ പോലെ വേവിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് കിട്ടും. അല്ലാതെ കുക്കറിലിട്ട് വെക്കുമ്പോൾ ചില കുക്കറിലൊക്കെ പെട്ടെന്ന് അല്ലെ പിന്നെ അത് കറക്റ്റായിട്ട് അറിയായിരിക്കണം. ഒരു 3 വിസിൽ വരുമ്പം അല്ലെ 4 വിസിൽ വരുമ്പം വെന്ത് കിട്ടുമെന്ന് അറിയായിരിക്കണേ. സ്വല്പം കറിവേപ്പിലയും കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുവാണേ. ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. അപ്പോഴത്തേന് നല്ലപോലെ ഡ്രൈ ആയി കിട്ടും. ഈ ഇലക്കകത്തൊക്കെ എപ്പോഴും കുറച്ചൊരു വെള്ളമയം കാണുവേ. അപ്പം അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അല്ലേ, പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും എല്ലാം ചേർന്ന് നല്ല ഒരു തോരനൈറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. പിന്നെ ഈ ഡയബറ്റിക്, ഞാൻ എപ്പോഴും പറയുന്ന ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ് പ്രോട്ടീനും ഫൈബറും ഒക്കെ ചേരുന്ന ഫുഡുകൾ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാതെ നമ്മളിങ്ങനെയുള്ള ഇതാകുമ്പോൾ പ്രോട്ടീനും എല്ലാം ഉണ്ടല്ലോ, വളരെ നല്ലതാണ് ഹെൽത്തിന്. ഇത് ചെറിയൊരു ബൗൾ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഇത് നല്ലപോലെ കഴിക്കുക. ചോറ് വളരെ കുറച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണേ. ഇനിയിപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് ഈ വൻപയർ ചീര കോമ്പിനേഷൻ. ഈ ചീരയുടെ കൂടെ ഏതെങ്കിലും ടൈപ്പ്, ചെറുപയറാണേലും കടലയാണേലും വൻപയറാണേലും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. കാരണം ആ പ്രോട്ടീനും വൈറ്റമിൻസും ഈ ഫൈബറും എല്ലാം കൂടെ ചേരുന്നതാണിത്. ഈ പയർവർഗ്ഗത്തിലൊക്കെ നല്ല പ്രോട്ടീൻ അല്ലേ. നമുക്ക് എല്ലാ ദിവസവും പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ പ്രോട്ടീനും അതുപോലെ ഫൈബറും അത്യാവശ്യമാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എൻ്റെ ചാനലിൽ പല ടൈപ്പ് ഇതുപോലത്തെ കോമ്പിനേഷൻ ഡിഷസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയില മുട്ട, മുരിങ്ങയില ചെറുപയർ, അങ്ങനെയുള്ള പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്